നാസർ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ അമേരിക്കയും ഇസ്രായേലും ദോഹയിൽ നിന്നുള്ള സംഘത്തെയൊക്കെ തിരിച്ചു വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വെടിനിർത്തൽ ചർച്ചകൾ അവസാനിച്ചു എന്നാണോ കരുതേണ്ടത്, അതല്ല ഇപ്പോഴും അത്തരത്തിലുള്ള ശ്രമങ്ങൾ തുടരുകയാണോ? അവിടുത്തെ ഏതാണ്ട് 3 ആഴ്ചക്കാലമാണ് അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെയും സംഘം ദോഹയിൽ തങ്ങിയത്. കാരണം ചർച്ച തുടക്ക സമയത്തൊക്കെ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ചില നിർദ്ദേശങ്ങൾ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ രൂപപ്പെട്ടു. അങ്ങനെ ആദ്യത്തെ താൽക്കാലിക വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വലിയ പുരോഗതി ആ ചർച്ചയിൽ രൂപപ്പെട്ടിരുന്നു. മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും വലിയ പ്രതീക്ഷ അതിൽ പ്രകടിപ്പിച്ചു. ട്രംപ് തന്നെയും അടുത്ത ആഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു പ്രതികരണം നടത്തി. പക്ഷേ പൊടുന്നനെയാണ് ഒരു മലക്കമറിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഹമാസ് അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ളൊരു നിലപാട് മാത്രം അവർ കൈക്കൊണ്ടു. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും ഈ 20-ലധികം വരുന്ന ബന്ദികളെ പിന്നെ ഒരുമിച്ച് തന്നെ തങ്ങൾ വിട്ടയക്കാം. പക്ഷേ വേണ്ടത് പൂർണ്ണമായിട്ടുള്ളൊരു യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഉറപ്പ് ഈ താൽക്കാലിക വെടിനിർത്തൽ വേളയിൽ നൽകേണ്ടതുണ്ട്. പക്ഷെ അക്കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒരു കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചില്ല. കാരണം താൽക്കാലിക വെടിനിർത്തൽ 2 മാസം നീണ്ടു നിൽക്കും. അതിനിടയിൽ പൂർണ്ണമായിട്ടും ബന്ദികളുടെ കൈമാറ്റം നടക്കണം. തുടർന്ന് വീണ്ടും ആക്രമണം നടത്തി ഈ ഗസാദിവാസികൾക്കെതിരെ ആ വംശഹത്യ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുക എന്നൊരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സൈനിക ലക്ഷ്യം തന്നെയായിരുന്നു അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഗസയിലുള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പൂർണ്ണ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ വേണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടത്. പക്ഷെ അത് ഒരു വലിയ പാതകമായിട്ട് വിലയിരുത്തുകയും അങ്ങനെയാണ് ഈ ചർച്ച പരാജയപ്പെട്ടത് എന്ന് ട്രംപ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഖത്തറും ഈജിപ്തും അറിയിച്ചിരിക്കുന്നത് ഈ സംഘങ്ങളെ അമേരിക്കയും ഇസ്രായേലും തിരികെ വിളിച്ചുവെങ്കിൽ പോലും അനൗപചാരിക സ്വഭാവത്തിൽ ഇപ്പോൾ പോലും ചർച്ചകൾ തുടരുന്നുണ്ട്. ഹമാസ് ഔദ്യോഗികമായി തങ്ങളുടെ പുതിയ നിർദ്ദേശം മുന്നോട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ ഇനിയും പ്രതീക്ഷയുണ്ട് എന്ന ഒരു പ്രതികരണമാണ് ഖത്തറിൻ്റെയും അതോടൊപ്പം തന്നെ ഈജിപ്തിൻ്റെയും ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നോ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇനിയും ഉണ്ടായിട്ടില്ല. അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചർച്ച ഒരുപക്ഷെ അധികം വൈകാതെ കുറെ കൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ്. പക്ഷേ ഔദ്യോഗികമായ ഒരു പ്രതികരണം ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടായിട്ടുമില്ല. അമൃത. നാസർ, മറ്റൊരു കാര്യം, ഈ ഫ്രാൻസിന്റെ നിലപാട് തന്നെയാണ്. നമുക്കറിയാം, ഈ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഫ്രാൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെ എങ്ങനെയാണ് ഇസ്രായേൽ കാണുന്നത്? അവിടെ തീർച്ചയായിട്ടും സെപ്റ്റംബറിലാണ് UN-ന്റെ പൊതുസഭാ സമ്മേളനം നടക്കാൻ പോകുന്നത്. വാർഷികമായിട്ടുള്ള ആ ഒരു പൊതുസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഈ ഫലസ്തീന് പൂർണ്ണമായിട്ടുള്ള ഒരു രാഷ്ട്ര പദവി നൽകുമെന്നൊരു പ്രഖ്യാപനമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ G7 രാജ്യങ്ങളിലെ ബ്രിട്ടൻ അത്തരമൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റ് ഈ വൻശക്തി രാജ്യങ്ങളെ ബാധിക്കും. അതുകൊണ്ടാണ് ട്രംപ് വളരെ ശക്തമായി തന്നെ ആ ഒരു നീക്കത്തിനെതിരെ ഇമ്മാനുവൽ മാക്രോണിന്റെ ആ നിലപാട് ശരിയല്ല എന്ന അർത്ഥത്തിൽ ട്രംപ് ഇന്ന് പ്രതികരണം നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലും അത്തരമൊരു നീക്കം പിന്നെ കൂടുതൽ ഈ ആപൽക്കരമായിട്ടുള്ള ഹമാസിന് കുറെ കൂടി കയ്യൊപ്പ് ചാർത്തുന്നതിന് തുല്യമായിരിക്കും. അത്തരമൊരു നീക്കത്തിൽ നിന്ന് ഫ്രാൻസ് വിട്ടുനിൽക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഫ്രാൻസ് ആ നീക്കവുമായിട്ട് മുന്നോട്ട് പോകും. സമാനമായിട്ടുള്ള ചില നടപടികൾ തങ്ങളും സ്വീകരിക്കുമെന്നാണ് ബ്രിട്ടൻ അറിയിച്ചിരിക്കുന്നത്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്നത് ഇനിയും വൈകുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ അപകടകരമാക്കി മാറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുകയും അങ്ങനെ ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കാൻ അതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന ഒരു തീർപ്പിലേക്കാണ് ഇപ്പോൾ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ അമേരിക്ക വളരെ ശക്തമായി തന്നെ അത്തരം നീക്കത്തെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അമേരിക്കയെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഇസ്രായേലും ഈ ദ്വിരാഷ്ട്ര പ്രശ്നപരിഹാര ഫോർമുലക്കെതിരെ നേരത്തെ മുതൽ തന്നെ ഇസ്രായേൽ വളരെ കണിശമായിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത്. അറബ് രാജ്യങ്ങൾ പോലും ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ UN-ലും പുറത്തുമൊക്കെ അതിനെ തകർക്കുന്ന, അതിനെ നയതന്ത്ര തലത്തിൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി അട്ടിമറിക്കുന്ന ഒരു സമീപനമാണ് ഇസ്രായേൽ സ്വീകരിച്ചു വരുന്നത്. അത് തന്നെയായിരിക്കും ഇനിയും അങ്ങോട്ടുണ്ടാകുക. പക്ഷേ ഫ്രാൻസ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന ഒരു തീരുമാനം ഫലസ്തീൻ രാഷ്ട്രം എന്ന അല്ലെങ്കിൽ ഫലസ്തീൻ പിന്നെ സ്വത്വം എന്ന അതിനോടുള്ള ഒരു വലിയ ഐക്യദാർഢ്യമായിട്ടാണ് മാറുന്നത്. മറ്റ് രാഷ്ട്രങ്ങളുടെ നിലപാടുകൾ കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സമീപനമായി, ഇസ്രായേലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സമീപനമായിട്ട്, ഒരു നിർബന്ധിത ആവശ്യമായിട്ട് ഇത് പരിണമിക്കുമെന്ന ഒരു പ്രത്യാശ ബാക്കി നിൽക്കുന്നുണ്ട്. അമൃത. ശരി.
MC നാസറാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.